പിനാക്കിൾ സ്റ്റോറീസിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് തന്നെ മക്കൾ, രക്ഷിതാക്കൾ, ടീച്ചേഴ്സ് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതുമായി കണക്ട് ചെയ്തിട്ട് മക്കളെ എങ്ങനെ എംപവർ ചെയ്യാം എന്നുള്ളതാണ്. ഇന്നെൻ്റെ കൂടെയുള്ളത് എൻ്റെ ഒരുപാട് കാലത്തെ സുഹൃത്തും ഒരു ഓൺട്രപ്രണറും കൂടിയായ സുഭാഷ് കക്കാടൻ. ഒരു സുഹൃത്തിനെ ഗസ്റ്റായി കിട്ടിയതിൻ്റെ സന്തോഷം വേറെയുണ്ട്. സുഭാഷ് ഭായ്, യെസ്, സുഖമല്ലേ? സുഖം. AI ബേസ്ഡ് സൈക്കോമാട്രിക് ടെസ്റ്റ്, ഹ്യൂമൻ അനാലിസിസ്. എന്ത് മെസ്സേജാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക നമ്മുടെ വ്യൂവേഴ്സിന് പിനാക്കിൾ സ്റ്റോറീസിലൂടെ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികൾ, ടീച്ചേഴ്സ്, പാരൻസ്, അതെ, ഈ സെഗ്മെൻറ്റിലേക്ക് തന്നെയാണ് ഞാനും നിങ്ങളടുത്ത് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. അതെ. ഇപ്പോഴത്തെ ലെവലിൽ കുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേങ്കിൽ കുട്ടികൾക്ക് ഒരു കറക്റ്റ് റൂട്ടില്ല, ഒരു ഡയറക്ഷൻ ഇല്ലാതെയാണ് കുട്ടികൾ. ഇന്ന് കുട്ടികൾ റീൽസിൻ്റെ ലോകത്തിലാണ്. റീൽസിൻ്റെ ലോകത്താണെങ്കിലും അവർ അതൊരു ടൈം അവർ പോകുന്നുണ്ട് പറയാം. പക്ഷേങ്കിൽ കുട്ടികളുടെ ഫ്യൂച്ചർ അവർക്ക് ഒരു ഐഡിയ ഇല്ല. ഒന്ന് കുറേ പഠിക്കും, പാരൻസിൻ്റെ പ്രഷറിൽ പഠിക്കും. അതെ, ചിലത് മാർക്ക് ഇത്രയുണ്ട് എന്ന് വെച്ചിട്ട് മുന്നോട്ട് പഠിക്കും. പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു പഠന ശൈലിയാണ് ഇപ്പോൾ. ഒരു ഡെസ്റ്റിനേഷൻ എന്താണെന്ന് അവർക്ക് ചെറുപ്പത്തിൽ അറിയാൻ പറ്റുന്നില്ല. അപ്പം ഈ AI ബേസ്ഡ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എക്സിസ്റ്റിംഗ് ഇപ്പോൾ എല്ലാ സ്കൂളിലും ഉണ്ട്. ഇപ്പം ഗ്രേഡ് 10th നോർമലി സ്കൂൾസ് ചെയ്യുന്നുണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സ് ഉണ്ട്. പക്ഷെ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഓൾമോസ്റ്റ് ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം. അവർ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലെവലിൽ ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ഒരു ആവറേജ് ചെയ്തിട്ട് ഒരു 2 hours അതിന് സ്പെയർ ചെയ്യണം. പിന്നെ കൗൺസിലേഴ്സ് അതിനെ അസസ് ചെയ്യും. പക്ഷേ ഈ ടെസ്റ്റ് നടക്കുന്നത് മാനുവലിയാണ്. ഇത് മാനുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സിസ്റ്റം ഡ്രിവൺ ആണ്, കമ്പ്യൂട്ടറാണ്. ഇതിൽ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ല, കുട്ടികൾ പഠിക്കുകയൊന്നും വേണമെന്നില്ല. ഈ കൗൺസിലർക്ക് എത്തുന്നതിന് മുമ്പുള്ള ടെസ്റ്റ് നടക്കുന്നത് മാനുവലാണ്. മാനുവലിയാണ് അത് 100% മാനുവലിയാണ്. എഴുതണം. അപ്പോൾ ആ കുട്ടികളുടെ ആ സമയത്തുള്ള മൂഡ് അനുസരിച്ചിട്ടായിരിക്കും കൗൺസിലർക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതുമായിരിക്കും സെയിം ടൈം എക്സാമിനറുടെ മൂഡ് പോലെ ഇരിക്കും. അതെ, അത് ഒരു മേജർ ഫാക്ടറാണ്. കാരണം എക്സാമിനറുടെ മൂഡിനനുസരിച്ചിട്ടാണ് ആ മാർക്കും അസസ്മെന്റ് ആണ്. കറക്റ്റ്. അവിടെ മാർക്കാണ് മേജർ ക്രൈറ്റീരിയ. അതെ. അല്ലാതെ അവരുടെ ടാലൻസ് എന്താണെന്നൊന്നുമില്ല. ടാലൻസ് എല്ലാം അറിയെങ്കിലും മാർക്കിനനുസരിച്ചിട്ടാണ് ടാലൻസ് മെഷർ ചെയ്യുന്നത്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു പ്രിപ്പറേഷനും വേണ്ട. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നത്തിങ് ടു ഡു വിത്ത് ദ സബ്ജക്ട്സ്. ഒന്നും ഒരു സിലബസിനെ കുറിച്ചിട്ട് ചോദ്യങ്ങളില്ല. ജസ്റ്റ് ജെൻട്രിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളിന് മൗസോട് യെസ് ഓർ നോ മാത്രം ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. ക്വസ്റ്റ്യനേഴ്സ് ആണ്. യെസ് ഓർ നോ. അതിൻ്റെ അകത്ത് ഇമേജസും വരും. ആ ഇമേജസ് വരുന്നതും അതിന് വായിക്കുക, അതിന് യെസ് ഓർ നോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. ഈ 24 ക്വസ്റ്റ്യൻസിൻ്റെ കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് ഒരു സൈക്കോളജിസ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. സൈക്കോളജിസ്റ്റിന് അഗെയിൻ കൗൺസിലേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ കൗൺസിലേഴ്സ് അവർക്ക് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. ഇന്നത് പഠിച്ചാലാണ്. അതെ, ഇന്നത് പഠിച്ചാൽ ഇതാണ് ഇയാളുടെ ഇൻബോൺ ടാലൻറ്റ്. ശരിക്കും ആ കുട്ടിയുടെ തോട്ട് പ്രോസസ്സാണ് ഇത് റീഡ് ചെയ്യുന്നത്. അതെ, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആ നിമിഷം അവർ തോട്ട്സ് എന്തെന്നുള്ള വിഷയമല്ല. ഇനി ആ നിമിഷം അവർക്ക് അതിനോട് കളവും പറയാൻ പറ്റില്ല, അതിന് മാനിപ്പുലേഷനും പറ്റില്ല. കാരണം അൺകോൺഷ്യസ് മൈൻഡിനെയാണ്. കാരണം സിസ്റ്റം റീഡ് ചെയ്യുന്നത് റിയൽ ആ ഓരോ സമയത്തുണ്ടാവുന്ന, അതായത് നമ്മൾ ഓരോന്ന് കാണുന്ന സമയത്തുണ്ടാവുന്ന വൈബ്രേഷൻ, അതാണ് സിസ്റ്റം റീഡ് ചെയ്യുന്നത്. അത് ശരി. ഇപ്പോൾ ഒരു കുട്ടിയോട് മാത്സ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാലും അവൻ ഫേക്കായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അവൻ്റെ സബ് കോൺഷ്യസിൽ അത് ഇഷ്ടമല്ലെങ്കിൽ അതായിരിക്കും റിപ്പോർട്ട് ചെയ്യും. അതായത് നമ്മളെ ഉള്ളിൽ ഓരോന്ന് കാണുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ഞങ്ങളെ ബോഡിയിലൊരു വൈബ്രേഷനാണ്, എല്ലാം ഒരു വൈബ്രേഷൻ. എനർജി അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലെ
ഓരോ എക്സ്പ്രഷൻസിനും ഓരോ ഇമോഷൻസിനും ഒരു വൈബ്രേഷൻ ഉണ്ടെന്നാണ്. ഓക്കെ, ആ വൈബ്രേഷൻ നമ്മുടെ സബ് കോൺഷ്യസിൽ സേവ് ആവുന്നുണ്ട്. സബ് കോൺഷ്യസിലെ ഓരോ ഇമോഷൻസിൻ്റെയും വേരിയേഷൻസിനനുസരിച്ചിട്ടാണ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ക്യാമറ എന്താ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, ഒരു മിനിറ്റിനുള്ളിൽ എങ്ങനെയൊക്കെ ചേഞ്ചസ് വരുന്നത്, അവിടെയാണ് AI വർക്ക് ചെയ്യുന്നത്. അപ്പോൾ AI ബേസ്ഡ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് AI എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ഉറപ്പായിട്ടും ചോദിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം എന്താ AI എന്ന് പറയുന്നത്, ഇവിടെയാണ് AI വരുന്നത്. ഒന്ന് സൈക്കോളജി എന്ന് പറയുന്ന ലെവലിൽ പുസ്തകങ്ങൾ പഠിച്ച മുഴുവനും എന്തായാലും ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് ഓർമ്മയുണ്ടാവില്ലല്ലോ. ഇല്ല. അവർ നിരന്തരം കണ്ടിരിക്കുന്ന ഒരു പാറ്റേണിന് മാത്രമേ അവർ അസസ് ചെയ്യുള്ളൂ. ഇത് സൈക്കോളജിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സിലെയും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും ഈ സാധനങ്ങൾ. അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന റിപ്പോർട്ട്സിനെയാണ് ഫൈനലൈസ് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോ ഇമോഷൻസും റെക്കോർഡഡ് ആണ്. എക്സാക്ട്ലി. അപ്പോൾ 100% റിപ്പോർട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ചെക്ക് ചെയ്തതിന് ശേഷമുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഹി ഓർ ഷീ നോസ് വാട്ട് ഇസ് ദാറ്റ് കാൻഡിഡേറ്റ്. ഇതുവഴി ടെസ്റ്റ് കൊണ്ട് കുട്ടികൾക്ക് എന്താണ് ശരിക്കും ഉപകാരമുള്ളത്? കുട്ടികൾക്കുണ്ടാവുന്ന ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ ഇപ്പം നിങ്ങൾ ഒരു കുട്ടി ഓക്കെ ഞങ്ങളിപ്പം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മുന്നേയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിലെ ചോദിച്ചു പോകും. ഇപ്പം നമ്മൾ ചോദിച്ചു പോകുന്നില്ല, നമ്മൾ ഗൂഗിൾ മാപ്പിലിടും. ഗൂഗിൾ മാപ്പ് ഇടുന്നതും എന്തിനാ, വഴി നോക്കാൻ വേണ്ടി മാത്രമല്ല, ട്രാഫിക് ഉണ്ടോ, എത്ര സമയമെടുക്കും, ഇത്രയും ലെവലിൽ ഏതൊക്കെ ഓപ്ഷൻസ് വഴികളുണ്ട്, ഇതാണ് നമുക്കുള്ള ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇതും ചെയ്തിരുന്നത്. കുട്ടികളുടെ എൻഡ് ഡെസ്റ്റിനേഷൻ എവിടെയാണ്, അതെങ്ങനെയൊക്കെ പോകണമെങ്കിൽ വണ്ടിയിൽ പോവുകയാണെങ്കിൽ പെട്രോൾ അടിക്കണമെങ്കിൽ എവിടെ അടിക്കാം, അവിടെ ചായ കുടിക്കാൻ ഓപ്ഷൻ ഉണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ടല്ലോ. ഇതേ സിറ്റുവേഷൻ തന്നെ കുട്ടീൻ്റെ കുറവുള്ളത് എന്തൊക്കെയാണ്, ആ കുറവുള്ളതിനെ എങ്ങനെ നന്നാക്കാം. ഇപ്പം സ്കൂൾസിൽ ഇപ്പം പറയാന്ന് വെച്ചാൽ 30 സ്റ്റുഡൻസുള്ള ക്ലാസ്, ഇപ്പോൾ 30 സ്റ്റുഡൻസുള്ള ക്ലാസ്സിൽ ബെസ്റ്റ് 10 ടീച്ചേഴ്സിന് ഓർമ്മയുണ്ടാവും. ഏറ്റവും ലോക്കൽ ഏറ്റവും പഠിക്കാത്ത ലാസ്റ്റ് ബെഞ്ചേഴ്സിന് ഓർമ്മയുണ്ടാവും. ബാക്കിയില്ല 10 ആളോ, അവർ ശരിക്കും അനാഥരാണ്. ഇതാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓർമ്മയുണ്ടാവും. എല്ലാവർക്കും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികളും എന്താണെന്ന് അറിയാം. ഈ ബാക്ക് ബെഞ്ചേഴ്സിന് ഇപ്പം നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ എടുത്ത് നോക്കിയാൽ എനിക്കൊന്ന് ബാക്ക് ബെഞ്ചേഴ്സ് ആർ ദ ബെസ്റ്റ് റൈറ്റ് നൗ ഇൻ ദ മാർക്കറ്റ്. അതെ, ഫൈനൽ ഡെസ്റ്റിനേഷനിൽ അവരാണ് ഓടിയെത്തുന്നത്. വളരെ ഫാസ്റ്റിൽ എത്തുന്നുണ്ട് അവർ. മറ്റവർ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൻ്റെ മറ്റേ അൽഗോരിതെല്ലാം എടുത്ത് സ്കൂളിൽ ഇതെല്ലാം വെച്ച് നോക്കി എത്തുമ്പോഴേക്ക് ഇവരെങ്ങനെയെങ്കിലും കറക്റ്റായിട്ട് എത്തും. വൈ? ബിക്കോസ് ദർ ഇസ് എ ഫയർ. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവരെയും ലാസ്റ്റ് ബെഞ്ചേഴ്സ് ആക്കാൻ പറ്റും. യെസ്, എല്ലാവരും ലാസ്റ്റ് ബെഞ്ചേഴ്സ് ആക്കാൻ പറ്റുന്നില്ല, എല്ലാവർക്കും റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കാൻ പറ്റും. വി ക്യാൻ സേ ദേ ആർ പ്രിസൈസ്ഡ്. ഇപ്പം നമ്മൾ പറയും ഇയാൾ ഇന്ന് തന്നെ പഠിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് നടത്തിയില്ലേ, അയാളുടെ നമുക്ക് സംസാരിക്കാം. മൂപ്പരുടെ ടെസ്റ്റ് മൂപ്പർ BTech കഴിഞ്ഞു. പക്ഷേ അയാൾ കുറച്ച് മുന്നേ ആയിരുന്നു ടെസ്റ്റ് എടുത്തിരുന്നുണ്ടെങ്കിൽ ഹി വുഡ് ഹാവ് ഡൺ സംതിങ് ബെറ്റർ. നമുക്ക് നേരത്തെ ഇൻസൈറ്റ്സ് കിട്ടും. നല്ല ഫുട്ബോളറാണ് ചിലപ്പോൾ. ഇപ്പം ഞാൻ ആ ടെസ്റ്റ് നോക്കിയിട്ട് ഞാൻ അവൻ്റെ പാരൻ്റ് ആണെങ്കിൽ അവനൊരു ഫുട്ബോളറാണ്, ഹെൽത്ത് റിലേറ്റഡ് ആണ്, അവൻ്റെ മെഡിസിൻ സയൻസിൽ നല്ല സ്കില്ലാണ്. ഞാൻ അവന് ചിലപ്പോൾ വേണമെങ്കിൽ ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടീവ് സൈക്കോളജി, മറ്റേ ഫിസിയോതെറാപ്പി, ഇങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ, ഇതിനൊക്കെ വൻ സ്കോപ്പാണ് ഇപ്പോൾ. അവനത് വളരെ സ്നേഹത്തോടെ വർക്ക് ചെയ്യും. ഫുട്ബോൾ കളിക്കാം, സെയിം ടൈം ഇതെല്ലാം ഇതിൻ്റെ അനലിറ്റിക്സ് ഒക്കെ നോക്കും. ഇപ്പം നമുക്ക് വിശക്കാത്ത സമയത്ത് ആർക്കോ വേണ്ടി ഫുഡ് കഴിക്കുന്ന പോലെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റിൽ നമ്മൾ ജോലി ചെയ്യുന്നത്. കറക്റ്റ്. അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആർ യു ഹാപ്പി ഇൻ വാട്ട് യു ആർ ഡൂയിങ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് വരാനുള്ളതിൻ്റെ ഒരു കാരണം ഇതാണ്. വി ആർ വർക്കിംഗ് ഫോർ സംതിങ് വിച്ച് വി ആർ നോട്ട് മെൻറ്റ് ഫോർ.
അപ്പോൾ ഈ ഹ്യൂമൻ അനാലിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്ഷിതാക്കളുടെ റോള് കുറവായിരിക്കും. ഇന്ന് എല്ലാ രക്ഷിതാക്കളും പറയുന്നത് എൻ്റെ മകൻ ഇന്നതാവണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ആദിലും ബിടെക്കിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പാരൻസ് ഇപ്പോഴത്തെ കുട്ടികൾ ടെസ്റ്റിലോ അല്ലെങ്കിൽ ഓരോ കോഴ്സ് എടുക്കുന്നത് ഒന്ന് പാരൻസിൻ്റെ പ്രഷർ, അതെ, ഒന്ന് ഫ്രണ്ട്സുകൾ എടുക്കുന്നത് കൊണ്ട്, അതെ, ഒന്ന് മാർക്ക് ഉള്ളത് ഇന്നതാണെന്ന് കൊണ്ട്. ഈ 3 ക്രൈറ്റീരിയയാണ് ഇവർ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാനുള്ള ഒരു കാരണം. അതെ, അല്ലാതെ വേറെ ഒരു സാധനം ചോദിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്നിപ്പോൾ AI വന്ന് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി വന്നുകൊണ്ട് സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഡിവിഷൻ തന്നെ പൂട്ടിപ്പോയ ഒരുപാട് കോളേജുകളുണ്ട്. ശരിക്കും അത് സാഹചര്യത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ മറ്റ് കുട്ടികൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഓരോ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതിന് ഇപ്പം നമുക്ക് AI ഒന്നും പറയാനില്ല. കാരണം AI ഒരു കണക്കിൽ നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ സൈക്കോളജീൻ്റെ പറഞ്ഞത്, ഇപ്പം ഇനി നമ്മൾ മെഡിക്കലിൻ്റെ പറഞ്ഞാൽ തന്നെ ഇപ്പം മെഡിക്കലിൻ്റെ AIs ഉണ്ട്. മെഡിക്കലിൻ്റെ AI ഡോക്ടർ നമ്മൾ വിചാരിക്കും ഡോക്ടറെ അടുത്ത് പോകണ്ടാന്ന്. പക്ഷെ ഡോക്ടറെ അടുത്ത് പോകണം, ഒരു ഹ്യൂമൻ ടച്ച് എന്തായാലും ആവശ്യമാണ്. പക്ഷെ ഡോക്ടർക്ക് അന്നേരം സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർക്ക് അറിയാൻ പറ്റും ഇയാൾക്ക് ഏത് മരുന്ന് കൊടുക്കാം, ഇതുവരെ കഴിച്ച മരുന്നുകൾ ഏതൊക്കെ കഴിച്ചിട്ടൊക്കെ ബെനിഫിറ്റഡ് ഉണ്ടായി. ജോലി ഈസിയാക്കും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ശരിയായിട്ടില്ലെങ്കിൽ വാന്ന് പറയുന്ന ആ ഒരാഴ്ച ഒഴിവാക്കാം ഉറപ്പായിട്ടും. ഇപ്പം നമുക്ക് മറ്റേത് എക്സ്പെരിമെന്റലിന് വേണ്ടിയിട്ട് കുറച്ച് 7 days എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റൽ ഡോസാണ്. എഴുതി കൊടുക്കും, ഓക്കെ, കഴിച്ചാൽ റെഡിയായ നല്ലത്. ആ പാരാമീറ്റേഴ്സ് നമ്മൾ AI വെച്ച് ഡോക്ടേഴ്സും ചെയ്താൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റ് എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും? എത്ര വയസ്സ് വരെ ഇപ്പോൾ പ്രൊഫഷണൽസിനും ഈ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും? അതെ, ഇപ്പം ഞങ്ങൾ പറയുക grade 6 മുതൽ ഇത് ചെയ്തിട്ട് എല്ലാ വർഷവും ഇത് ചെയ്ത് grade 12 വരെയാണ് നമ്മൾ സ്കൂളിനൊരു പാരാമീറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ കുട്ടികളുടെ 6th മുതലുള്ള 6th to 8th ഒരു സെക്ടറാണ്. അതായത് കുട്ടികളുടെ ഒരു മാപ്പിംഗ് എന്ന് പറയുക അതിന്, അതാണ് അതിൻ്റെ ഒരു ടേം, മാപ്പിംഗ്. അവരൊരു മോൾഡ് ചെയ്ത് വരുന്ന സമയം. അപ്പോൾ അവരെ എന്ത് ചെയ്യണം, അവർക്ക് ഏതിലേക്കോ. അപ്പോൾ 8th 9th എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം അവരൊരു തീരുമാനം എടുത്ത് പോകേണ്ട ഒന്ന് സ്റ്റേബിളായിട്ട് റൺ ചെയ്യേണ്ട ടൈമാണ്. 10th ആകുമ്പോഴേക്കും അവർ ഫ്രീസ്ഡ് ആണ്. 11th 12th അവരെന്താ പഠിക്കാൻ പോകുന്നുള്ളത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയെന്നാ 10th കഴിഞ്ഞ് 12th വരെ എന്തായാലും എന്തെങ്കിലും പഠിക്കണമല്ലോ. അതെന്തെന്ന് അറിയോ, ഇപ്പം നമ്മളെല്ലാം പഠിക്കുമ്പോൾ 12th കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകണം എന്നുള്ളത് തീരുമാനിക്കൽ 12th ശേഷം. അതന്നെ പറഞ്ഞു. ഇപ്പോഴും കുറേ പേരൊക്കെ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്, 12th എത്തട്ടെ. അതിനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പം 10th കഴിഞ്ഞിട്ട് സയൻസ് സബ്ജക്റ്റ് ചൂസ് ചെയ്താൽ അപ്പം നമ്മൾ പറയും സയൻസ് എടുത്താൽ പിന്നെ ഏതിലേക്ക് വേണമെങ്കിൽ പോവാം, ആർട്സ് എടുത്താൽ പിന്നെ BCom മാത്രമേ പോകാൻ പറ്റൂ. അപ്പോൾ ആ ഒരു തിങ്കിങ്ങിലാണ് ഒരു ഭയങ്കരമായ ഗൈഡൻസിൻ്റെ കുറവ് അതുകൊണ്ട് ഇന്നുണ്ട്. ഇപ്പം ഞങ്ങളിപ്പം ഇപ്പോഴത്തെ ഒരു ലെവലിലേക്ക് എനിക്കൊന്നൊരു 48 hours ആയിട്ടുള്ള CBSE അനൗൺസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുണ്ട്. കാരണം നിങ്ങൾ എന്നോട് കുറേ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു വിഷയമാണ് ഇന്നിപ്പോൾ CBSE അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോഡ്കാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നല്ലൊരു ട്രെൻഡിങ് സബ്ജക്റ്റും കൂടിയാണ് നമ്മൾ സംസാരിക്കാൻ വന്നത്. അപ്പോൾ ഇന്നത്തെ CBSEയുടെ ഈ ഒരു അനൗൺസിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? CBSEൻ്റെ അനൗൺസിങ് ഒരു കണക്കിൽ ഞാൻ പറയും ഇറ്റ് ഈസ് ഗുഡ്. ലൈക്ക് കുട്ടികൾ ലാംഗ്വേജ് പഠിക്കണം, പിന്നെ AI ചെറിയ ക്ലാസ്സിൽ നിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഫ്രം ദ കമ്പനി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ബിഗ്, നല്ലതെന്നൊന്നും പറയാനില്ല. പക്ഷേ ഇനിയും ഒരു ക്ലാരിറ്റി ആവശ്യമാണ്. ഇപ്പം ഓപ്ഷൻസ് ഇല്ലാഞ്ഞിട്ടല്ല, കുട്ടികൾക്ക് ഓപ്ഷൻസ് ഇപ്പോഴും വൈഡായിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള തീരുമാനം അവിടത്തേക്ക് എത്തും. ദിസ് ഇസ് ദ സ്റ്റെപ്പ് ഫ്രം CBSE. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് CBSE ശ്രമിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു സംഭവം കുട്ടികളിൽ കൊണ്ടുവരാനുള്ളത്. ഇതുവരെ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലായിരുന്നു, മാർക്സ് ഓറിയൻറ്റഡ് ആയിരുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു മാറ്ററാണ്. ലൈക്ക് അവർക്ക് ദേ ഷുഡ് ഹാവ് ദെയർ ഓൺ സർട്ടൻ സ്കിൽസ്. ആ ലെവലിൽ ഇപ്പോൾ CBSE ചിന്തിച്ചു തുടങ്ങി. അഗെയിൻ 3 languages. ഇപ്പം ഇനി എനിക്കൊന്ന് grade 6 മുതൽ 3 languages മാൻഡേറ്റ് ആക്കുന്നുണ്ട്. ഗുഡ്, 3 language എല്ലാം പഠിക്കുന്നത് നല്ല തന്നെ. പക്ഷേങ്കിൽ എൻഡ് ഓഫ് ദി ഡേ അവരെവിടെ എത്തണം എന്നുള്ളത് ചിന്തിക്കും. അതിനൊരു ക്ലാരിറ്റിയാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. സോ വാട്ട് വി ഡു, വി സേ
we give a clarity. Every student has a Google map with him. അവരെ കയ്യിലോ അല്ലെ പാരൻസിന് അവർക്കൊരു യൂസർ ലോഗിനിൽ അവർക്കറിയാം അവരുടെ ഡെസ്റ്റിനി എന്താണ്. അങ്ങനെ ഒരു യൂസർ ലോഗിൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഇയർലി എങ്കിലും ഒരു കുട്ടിയിൽ ഈ ടെസ്റ്റ് നടത്തിയിരിക്കണം, എന്നാലല്ലേ കമ്പയർ ചെയ്യാൻ പറ്റും. ഇയർലി ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രേഡ് 6 മുതൽ ഗ്രേഡ് 12 വരെ ഈ പ്രോസസ്സ് 10th എത്തുമ്പോൾ തന്നെ നമുക്ക് തീരുമാനിക്കാം, അവർക്ക് അറിയാം ഇന്നതാണ് അവരെ ഫ്യൂച്ചർ. പാരൻസിനും തലവേനയില്ല. അതെ, അറിയാലോ ഈ കുട്ടി ഇതാവാൻ പോകുന്നു, അതിനങ്ങോട്ട് പുഷ് ചെയ്താൽ മതിയില്ല. കമ്മ്യൂണിറ്റിയിലെ ബാക്കി കുട്ടികൾ എന്ത് പഠിച്ചു നോക്കേണ്ട ആവശ്യമില്ല. മറ്റേ എഞ്ചിനീയറിങ്ങിന് പോകുന്ന ഇവൻ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ മോൻ്റെ കാലിബർ ഇതാണ്, ഹീ ഈസ് ഗുഡ് അറ്റ് ദിസ്. സ്കൂളിനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞങ്ങൾ എന്ത് പ്രൊഡക്റ്റാണ് ഇറക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. സ്കൂളിൽ ഇപ്പോൾ അതൊന്നും ചിന്തിക്കുന്നില്ല. സ്കൂളിൽ ഇപ്പോൾ കുറേ ആളെ പഠിച്ച് പുറത്തിറക്കുന്നതല്ലാതെ ദേ ആർ നോട്ട് ബോധഡ്. സ്കൂളിൽ ഇപ്പോൾ കൗൺസിലർ ജനുവരി മുതൽ മാൻഡേറ്ററി ആയിട്ട് കൗൺസിലർ വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റം എല്ലാ സ്കൂളും അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കൂളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികൾ നിങ്ങൾക്ക്? സ്കൂളിന് ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ സ്കൂളിപ്പം നമ്മൾ പറഞ്ഞില്ലേ കൗൺസിലേഴ്സിനെ വെക്കുന്നത്. ഒരു സ്കൂളിൽ ഇപ്പോൾ ഒരു 1-2 കൗൺസിലേഴ്സ് ഉണ്ടാവും. ഇനി നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ പോയിട്ട് കൗൺസിലറിനോട് പറയുന്നു ഗ്രേഡ് 8 B ഇന്ന കുട്ടിയുടെ ഒരു റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിപ്പോർട്ട് പറയാനുണ്ടാവില്ല. ഏകദേശം ആ കുട്ടി ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഏകദേശം പോയിട്ട് അറിയുന്നുണ്ടാവില്ല. ഈ നിങ്ങൾ പറഞ്ഞ ലാസ്റ്റ് ബെഞ്ചും ഫസ്റ്റ് ബെഞ്ചും ഇപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റും. ആ കുട്ടി നല്ല കുട്ടി, നല്ല അതായത് ഫസ്റ്റിനെ പറയാൻ പറ്റുമോ നല്ല കുട്ടിയാണ്, നല്ല മാർക്ക് എടുക്കും. ലാസ്റ്റ് കുട്ടീനും ഈ നടുവിലത്തെ കുട്ടീനെ അറിയണ്ടാവില്ല. മിക്ക സ്കൂളിലും അറിയില്ല. ഐ ക്യാൻ സേ നിങ്ങൾ കമ്പാരിസൺ എടുത്താൽ 100% ഞാൻ പറയാം ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ അവരെ അറ്റ്ലീസ്റ്റ് പേരടിച്ച് നോക്കി അവരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇട്ട് ഈ കുട്ടി ഇന്നതാണ്, ആ കുട്ടീനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എവിടെയൊക്കെയാണ് ലാക്ക് ചെയ്യുന്നത്, വാട്ട് ഇസ് ദ പ്ലസ്, വാട്ട് ഇസ് ദ മൈനസ്, ഈ ഒരു സാധനം ഒരു പേപ്പറിൽ ഇങ്ങോട്ട് കിട്ടും. ഒരു പേപ്പറിൽ മീൻസ് ലൈക്ക് ഒരു റിപ്പോർട്ടായിട്ട് ഇറ്റ് ഇസ് അറൗണ്ട് 30 pages. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളായാലും ഇനി വേറെ ഏത് സിസ്റ്റം ഉണ്ടായാലും ഇങ്ങനൊരു അനാലിസിസ് ടെസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിൻ്റെ ഭാഗം കൂടിയാണ്. എക്സാക്ട്ലി. ഒരു വലിയൊരു സമൂഹത്തെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എംപവർ ചെയ്തെടുക്കാൻ പറ്റും. ക്രിയേറ്റീവായിട്ടില്ല, അവരെ എംപവർ ചെയ്തെടുക്കാം. അതെ, റൈറ്റ് പൊസിഷനിൽ. വി ആർ ജസ്റ്റ് ഗൈഡിങ് ദം ടു റീച്ച് ദ റൈറ്റ് പൊസിഷൻ. അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ പക്ഷേ അതിനൊരു ആക്സെപ്റ്റൻസസ് അഗെയിൻ ഒരു വലിയൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആസ് യുവർ എ പാരൻറ്റ് നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേങ്കിൽ പാരൻസ് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി മനസ്സിലാവും. അതെ, കാരണം ദേ ആർ ബോധേഡ്. അതെ, എന്താവണം കുട്ടികൾ. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പീപ്പിൾ ആർ ബോധേഡ് മോർ. എന്ന് വെച്ചാൽ AI ഒരു ഭാഗത്ത്, ജോബ്സ് സെക്യൂരിറ്റി ഇല്ലായ്മ. സോ AIനോട് നമ്മളെല്ലാം കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ വി വെർ കോമ്പീറ്റിംഗ് വിത്ത് സ്റ്റുഡൻസ്. ഉറപ്പായിട്ടും ഓൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ഇന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾ കമ്പ്യൂട്ടറിനോടാണ് വെല്ലുവിളിക്കാൻ പോകുന്നത്. കറക്റ്റാണ്. നോട്ട് വിത്ത് ദ പീപ്പിൾ, സിസ്റ്റമാണ് അവരെ കോമ്പറ്റീറ്റർ. മാർക്ക് ഫൊർഗെറ്റ്. മാർക്ക് ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ ഇറ്റ് ഇസ് നത്തിങ് ടു ഗോ കമ്പ്യൂട്ടർ. ഇന്നിപ്പോൾ ഒരു പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ ഇറങ്ങിയാലും ഇന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ മാർക്ക് നോക്കുന്നതായിട്ട് കാണുന്നില്ല. നമ്മളെ മുമ്പിലിരിക്കുന്ന ആൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. കറക്റ്റ്. അപ്പോൾ സ്കൂളിനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ഈ ടൂൾ ഉപയോഗിക്കുന്ന സ്കൂള് നമുക്ക് 10th ക്ലാസ്സിലെ കുട്ടികൾ എത്ര പാസ്സാവുന്നല്ല, ഓരോ കുട്ടിയും ഇറങ്ങുമ്പം അവൻ്റെ ഭാവി എന്താണെന്നുള്ള റിപ്പോർട്ടും കൂടി രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ പറ്റും. അവരെ രക്ഷിതാക്കൾക്ക് അറിയാം അവരെ കുട്ടികൾ എന്താവുന്നു. അവർ പറയണ്ട. അവരൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ ഈ റിപ്പോർട്ട് എവറി ഡേ അവർക്കറിയാലോ. അവരെ ക്വാർട്ടർലി എക്സാമും ഹാഫ് ഇയർലി എക്സാമും ഫൈനലി എക്സാമും വെച്ചിട്ട് ഈ റിപ്പോർട്ടുമായിട്ടാണ് കമ്പാരിസൺ നടക്കുന്നത്. ഈ AI സിസ്റ്റം ഈ മാർക്കുമായിട്ട് അനാലൈസ് ചെയ്തിട്ട് വേറെ റിപ്പോർട്ടും കൂടി ഉണ്ടായിക്കോളും. അപ്പോൾ അവർക്കൊരു സ്കൂളിനൊരു ഡാഷ്ബോർഡ് ഉണ്ടാവും, പാരൻസിനൊരു ഡാഷ്ബോർഡ് ഉണ്ടാവും, അഗൈൻ ടീച്ചേഴ്സിനൊരു ഡാഷ്ബോർഡ് ഉണ്ടാവും. അപ്പോൾ ടീച്ചർക്കും അറിയാം എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ എന്തോരം കുട്ടികളാണ് വരുന്നത്. ഇതൊരു ഈസി ടൂളാണ്. ഇറ്റ്സ് എ ടൂൾ, ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം. എല്ലാവരും ഉണ്ട്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി അവർക്കറിയാം എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സ്ട്രെങ്ത് ഇസ് അറൗണ്ട് 1000. ഈ 1000-ൽ ഹൗ മെനി ഡോക്ടേഴ്സ് ക്യാൻ ബി ക്രിയേറ്റഡ്. സ്പോർട്സിൽ ആരൊക്കെയാണ്? അതെ, എത്ര സ്പോർട്സിൽ ഫാർമേഴ്സ് എത്രയാണ്? ഇപ്പം പറയുകയെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഖേലോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് കുട്ടികളെ സ്പോർട്സിലും എൻ്റർടൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഇനീഷ്യേറ്റീവ് ഉണ്ട്.
യെസ്, ഖേലോ ഇന്ത്യ. അപ്പൊ അതിന് ആപ്റ്റായ കുട്ടികൾ ആരെന്നുള്ള ഇവിടുന്ന് റിപ്പോർട്ട് കൊടുക്കാം. അവരെ അതിനനുസരിച്ച് അവർ ബിൽഡപ്പ് ചെയ്യും. അപ്പൊ ട്രയൽ ആൻഡ് എറർ മെത്തേഡിന് ഇവിടെ ചാൻസ് ഇല്ല. വെരി ക്ലിയർ വൺ, റിയൽ വൺ ആണ് പോവുക സംഭവം. ഓക്കെ, ഈ കുട്ടികൾ ഇന്നതിന് പറ്റി അതിൽ നിന്ന് അവർക്ക് നന്നായി പോവാം. ഇനി നന്നായിട്ടില്ലെങ്കിൽ ലെറ്റ് us think they are not good, but still they are better. ഉറപ്പായിട്ടും. കാരണം അവർ ഇൻബോൺ സാധനമാണല്ലോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു 4 പാരാമീറ്റേഴ്സ്, 4 വി ഗിവ് മോർ ദാൻ ദാറ്റ്, ബട്ട് ഔട്ട് ഓഫ് ദ 4 ഡെഫിനറ്റ്ലി അവർ അതിൻ്റെ അകത്തേ ലാൻഡേ ഉള്ളൂ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 7 months മുന്നേ നമ്മളൊരു ഏജൻറ്റിൻ്റെ റിപ്പോർട്ട് ഞാൻ വെറുതെ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതാണ്. അല്ല, മൂപ്പർ എന്നോട് പറഞ്ഞു, നിങ്ങൾ സൈക്കോളജിസ്റ്റ് തന്ന റിപ്പോർട്ട് എനിക്ക് തന്നിട്ടില്ലൂ, നിങ്ങൾ മറ്റേ റിപ്പോർട്ട് തന്നിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ. അപ്പം പിന്നെ എനിക്കും ഒരു ക്യൂരിയോസിറ്റി ആയി, ഇതൊന്നും കൂടെ ഒന്ന് റീചെക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അയാൾ പഠിക്കേണ്ടതെന്നല്ലല്ലോ, 12th ഒക്കെ കഴിഞ്ഞ ഈസ് എൻ്റർപ്രനർ. സോ ഞാൻ ആ ലെവലിൽ ഒന്ന് AI ലെവലിൽ ചെക്ക് ചെയ്തപ്പോൾ അയാളുടെ പ്രൊഫൈലിങ്ങിൽ he is good at counseling. And he does that. Wow. He does that. Counseling ആണ് എൻ്റെ, he is good for, he is fit for that. ആദ്യത്തെ നിങ്ങളുടെ അനാലിസിസ് റിപ്പോർട്ടിൽ ഉണ്ടായത് അതാണ്. അതന്നെ സംഭവിച്ചു. അതന്നെയാണ് ചെയ്യുന്നത്. അയാളുടെ പ്രൊഫഷൻ അതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഏജൻസി അയാൾ കാലിക്കറ്റിൽ, നമ്മളെ കേരളത്തിലെ കാലിക്കറ്റിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കാലിക്കറ്റിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഹീസ് ഇൻബോൺ, അതാണ്. മനസ്സിലായി. നമ്മളിപ്പോൾ കുട്ടികളെ ഭാഗം സൈഡ് ആക്കിയാൽ തന്നെ HR സൈഡിൽ ഈ സിസ്റ്റം HR ഡിപ്പാർട്ട്മെൻറ്റിന് എത്രത്തോളം ഹെൽപ്പാവും? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓരോ 12th വരെയുള്ളത് പറഞ്ഞു. ഈ കുട്ടികൾ അഗെയിൻ ഡിഗ്രി കഴിയുന്നു, ഈ കഴിഞ്ഞ് അവർ നമ്മൾ വളരെ കൃത്യമായി മാപ്പ് ചെയ്തു എന്ന് പറയാം. നിങ്ങളിപ്പോൾ HR എന്ന് പറയുന്ന ലെവലിൽ അവർ കഴിഞ്ഞ് ജോലിക്ക് വരുന്ന സമയത്ത് വളരെ ക്ലാരിറ്റി ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ CV-ൻ്റെ കൂടെ ഈ റിപ്പോർട്ടും കൂടി മാൻഡേറ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോവുക. അതെ, ഓക്കെ, ഈസി വാക്ക് ഓവറാണ്. ജസ്റ്റ് ഇപ്പോൾ US കമ്പനികൾ ഓരോ ബാക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അറ്റ് എ ഷോട്ട് ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ. പിന്നെ ഓരോ കുട്ടികൾ വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അവർക്കറിയാം ഇവർ ആപ്റ്റായിട്ടാണ് പുറത്ത് വന്നത്. ഈവൻ ഓരോ വർഷത്തെ റിപ്പോർട്ട് വെച്ചാലും എന്താണ് പ്രോഗ്രസ് എന്ന് അവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം HR ലെവലിൽ ഇപ്പം മാൻഡേറ്റ് ലെവൽ, ഇപ്പം വരുന്ന ലെവലിൽ ഇപ്പോൾ ഒരാളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ആളെ എടുക്കുമ്പോൾ അയാൾ ഇതിന് ഫിറ്റാണോ, അയാൾ എത്രത്തോളം ഞങ്ങളെ കൂടെ ഉണ്ടാകും. ഇപ്പോൾ ഉള്ള മേജർ പ്രോബ്ലം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ കുറച്ചു കാലം ഞങ്ങളടുത്ത് വർക്ക് ചെയ്യും, ഇവർ ഞങ്ങളടുത്ത് ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്? അവരെ ഉള്ളിലുള്ളത് കറക്റ്റ് അല്ലാത്തപ്പോഴാണ് അത് പോകുന്നത്. മനസ്സിലായി. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. ഇവർ നമ്മൾ അനൗൺസ് ചെയ്ത പൊസിഷനാണോ ഇവർ വരുന്നിരിക്കുന്നത്, ഇവരതിന് ഫിറ്റാവുമോ, അവരെ ബെസ്റ്റ് ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യുമോ. കാരണം ഓരോ എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വിസ അടക്കം വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അഗെയിൻ ഇൻവെസ്റ്റ്മെൻറ്റിനുപരി ഇറ്റ് ഈസ് എ ബിഗ് ടൈം. ആൻഡ് അവർ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹെഡേക്സും ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഒരാളെ കിട്ടാൻ. അപ്പോൾ ആ കറക്റ്റ് സ്ഥലത്താണോ ഇവർ ഈ സാധനം ചെയ്യുന്നതെന്നുള്ളത് എംപ്ലോയർക്ക് മനസ്സിലാവും. ഈ ഒരു HR ലെവലിലുള്ള ഈ സെഷൻ കഴിയുകയാണെങ്കിൽ HR-ന് മനസ്സിലാവും ഈ ആർ ദേ ഫിറ്റ് ഫോർ ദിസ്. അപ്പോൾ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ സെക്കൻഡ് ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ടെസ്റ്റ് നടത്തില്ല. ഫസ്റ്റ് ലെവലിൽ ഈ ടെസ്റ്റ് നടത്തിയിട്ടാകുമ്പോൾ വിളിച്ചാൽ മതി വരണോ വേണ്ടയോ എന്നുള്ളത്. അവിടെ നിന്ന് തന്നെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അവർ ആ സമയം കൂടി കളയണ്ട. ലെറ്റ് ദം ടേക്ക് ദ ടെസ്റ്റ് ഫസ്റ്റ്. ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അവർക്ക് തീരുമാനിക്കാം ഇവനെ വിളിക്കണോ വേണ്ടിയൊന്ന്. മനസ്സിലായി. അതിൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഇതിന് ആർ ദേ ഫിറ്റ്, ഓക്കെ ഇത്രയും ആൾക്കാരെ വിളിക്കുക, അതിന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർക്ക് എടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നല്ല രീതിയിൽ ഈ സിസ്റ്റം വഴി നടന്നു എന്ന് വിചാരിക്കാം. ഒരു SME സെക്ടർ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ആയാലും വലിയ ഗ്രൂപ്പ് ആയാലും ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി അവരെ
ആ കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള പ്രൊഫഷണൽസ് വർക്കിംഗ് ആൾക്കാരെ എങ്ങനെ എംപവർ ചെയ്യാൻ പറ്റും? മീൻസ് അവരെ ഏതൊരു പൊസിഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനോ, ഈവൻ വർക്കിംഗ് പ്രൊഫഷണൽസ് തന്നെ സെൽഫ് ഡിഫെൻസ് എന്നുള്ള നിലക്ക് അവർക്കും ഈ സിസ്റ്റത്തിലൂടെ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും. തീർച്ചയായും അവർക്ക് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും. അവർക്ക് ചിലപ്പം അതിനെ ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. അവരുടെ ഉള്ളിൽ ചിലപ്പോൾ നല്ലത് എന്തെങ്കിലും ഉണ്ടാവും അവർ ഉപയോഗിക്കാത്തത്. അതെ, അതിനെ അവർക്ക് ട്രൈ ചെയ്യാം. ഇപ്പം ചില ആൾക്കാർക്ക് നന്നായിട്ട് ലാംഗ്വേജ് എക്വസിഷനുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അതായത് അവർക്ക് ലാംഗ്വേജ് ഇപ്പം യൂട്യൂബിൽ വെറുതെ കേട്ടിരുന്നാൽ പഠിക്കാനുള്ള സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും, 100% ഉള്ള. അങ്ങനെയുള്ളവർക്ക് ഒരു മൾട്ടിപ്പിൾ ഭാഷ പഠിക്കാൻ ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനിൽ അറബിയെല്ലാം ചിലപ്പം വേണമെങ്കിൽ യൂട്യൂബ് പഠിക്കാൻ പറ്റും. അതിനായിട്ട് സ്പെഷ്യൽ കോഴ്സിന് വേണ്ടി വരില്ല. പക്ഷെ അത് അവർക്ക് അറിയണമല്ലോ, ഇൻബോണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ പാരാമീറ്റേഴ്സ് അവർക്ക് അറിഞ്ഞ് അതിനെ നന്നാക്കാം. ഇപ്പോൾ ഫിനാൻസിൽ നല്ല ആൾക്കാരായിരിക്കും, പക്ഷെ പറയുന്നത് മാർക്കറ്റിങ്ങിലായിരിക്കും പണിയെടുക്കുന്നുണ്ടാവുക. അത് കമ്പനി തന്നെ മുൻകൈ എടുത്തിട്ട് ഈ ടെസ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഓരോ ആൾക്കാരെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. 2 ലെവലിൽ ഇത് ഉപയോഗിക്കാം. ഒരു എംപ്ലോയിക്ക് അവരുടെ സെൽഫിന് വേണ്ടിയിട്ടും ഈ ടെസ്റ്റ് നടത്താം, അല്ലെങ്കിൽ ഒരു കമ്പനി മൊത്തമായിട്ട് ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്താൽ. ഇപ്പോഴത്തെ ലെവലിൽ എനിക്കൊന്ന് കോർപ്പറേറ്റ് ട്രെയിനിങ്സ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ, മിക്ക കമ്പനികളും കോർപ്പറേറ്റ് ട്രെയിനിങ് നടത്തുന്നു. കോർപ്പറേറ്റ് ട്രെയിനിങ് നടത്തുന്നത് ശരിക്കും ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ മാത്രമാണ്. അതിൻ്റെ ഒരു നോർമൽ ലെവലിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മരത്തിൻ്റെ മേലെ കൊണ്ടുപോയി വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇറ്റ്സ് സിമിലർ ടു ദാറ്റ്. അതിന് പകരം നിലത്ത് വെള്ളം ഒഴിച്ചിട്ട് റൂട്ടിനെത്തുന്നല്ലേ നല്ലേ. എനിക്ക് തോന്നുന്നു സ്കൂളിൻ്റെ എത്രത്തോളം ഈ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ കമ്പനിയിലും ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ്. യെസ്, പക്ഷേ ഇതിപ്പോൾ സ്കൂൾസിൽ എന്ന് പറയുന്ന ലെവലിൽ സ്കൂൾ ഇപ്പോഴും ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്കോ സിസ്റ്റം കറക്റ്റായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയേഴ്സ് വിൽ ഹാവ് എ ഗുഡ് എംപ്ലോയീസ്. അതെ, അതൊരു ലോങ് ജേണിയാണ്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം ദേ വിൽ ഹാവ് ദ ഗുഡ് സ്റ്റുഡൻസ് വിത്ത് ഈച്ച് ബ്രാഞ്ച് വാട്ട് എവർ ദേ ആർ. ഇപ്പം 4 ലെവലിലുള്ള കോഴ്സ് അവർക്കുണ്ടെങ്കിൽ ആ 4 എനിവേ ദേ ആർ ഫിറ്റ് ഫോർ ദാറ്റ്. അങ്ങനത്തെ നല്ല കുട്ടികളെ പുറത്തിറക്കുന്ന കോളേജുകളായി മാറും. അതായത് കോളേജിനും +2 ഇവർക്കും ഈ കുട്ടീനെ ഞങ്ങൾ എന്തിനെടുത്തു എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരമാണ്. അപ്പോൾ എല്ലാം കറക്റ്റ് പ്ലേസിങ്ങിലേക്കാണ്, അതായത് ഒരു ഫിൽറ്ററിങ് പ്രോസസ്സാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് കുട്ടികളെ സംബന്ധിച്ചോളം ദേ ആർ ഓൾസോ ഹാപ്പി. അവരുടെ ജേർണി വളരെ സ്മൂത്തായിട്ട് എൻഡ് ടു എൻഡ് ആണ് കൊണ്ടുവന്ന്. ഇപ്പോൾ ഞങ്ങൾ ഈ പെർസ്യൂ സ്റ്റഡിയിൽ ഇപ്പോൾ പറയുന്ന പ്ലാറ്റ്ഫോം, ഈ പ്ലാറ്റ്ഫോമിന് കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കാൻഡിഡേറ്റ്സിന് എംപ്ലോയേഴ്സിന് കൊടുക്കാൻ പറ്റും. അവർക്കറിയാലോ ഇന്ന കുട്ടി ഇന്ന സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് ഇന്ന സ്ഥലത്ത് ഹയർ സ്റ്റഡി ചെയ്ത് ആ ഫുൾ ജേർണി അവരുടെ കയ്യിലുണ്ട് പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ഡാറ്റ. ബിഗ് ഡാറ്റ മീൻസ് ഇറ്റ്സ് എ ബിഗ് സപ്പോർട്ടിംഗ് ലെവൽ വേർ ഇറ്റ് ഈസ് സപ്പോർട്ടിങ് ഈച്ച് കാൻഡിഡേറ്റ്. ഡാറ്റ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു മാസ് പോഡ്കാസ്റ്റ് വരാൻ പോകുന്നുണ്ട്, എന്താണ് ഡാറ്റ എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ടെസ്റ്റിൽ എത്ര തരം ടെസ്റ്റ് ഈ സിസ്റ്റം നടത്തുന്നുണ്ട്? എത്ര സെഗ്രിഗേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഗ്രേഡ് 6 അങ്ങനല്ലേ നിങ്ങളെ സിസ്റ്റം ഓരോ ലെവൽ ഓഫ് ടെസ്റ്റ് ഉണ്ടാവുമല്ലോ, ഇത്ര ക്രൈറ്റീരിയ വെച്ചിട്ട് ഇപ്പം എന്താന്നുള്ള? ഇല്ല, ടെസ്റ്റ് ഇപ്പം ഓരോ സെക്ടറാണ്. ഗ്രേഡ് 6 to 10 ഒരു ടെക്സ്റ്റ്, 10 to 12 ഒന്ന്. പിന്നെ ടീൻസ് എന്ന് പറഞ്ഞാൽ ടീൻസാണ് ഈ ഇതിന് വരുന്നത്. അതായത് ഗ്രേഡ് 12 ഇത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗോ വോട്ടോ കഴിഞ്ഞിട്ടുള്ള ടീൻസ് ലെവൽ അവർ വാട്ട് ദേ ഹാവ് ടു വർക്ക് എന്ന് പറയുന്ന എംപ്ലോയേഴ്സിന് ഇപ്പോൾ HR-നൊക്കെ യൂസ് ചെയ്യാൻ. എൽഡേഴ്സിന് വരും അത്. എൽഡേഴ്സിന് നോർമലി ഇപ്പം നമ്മൾക്ക് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് ചില ആളുകൾ ഇതൊക്കെ നടക്കുമോ എന്ന് വയ്ക്കുന്നവരല്ലേ. സോ ആ സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ടെസ്റ്റ് എടുത്തത് മോർ ദാൻ ഇപ്പോൾ MOE MOI-ൻ്റെയൊക്കെ ഞങ്ങൾ ഐ ഹാവ് വർക്ക്ഡ് വിത്ത് ദം. ഓക്കെ, അവരെ ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ നടത്തി. പക്ഷെ അതെല്ലാം കുട്ടികളൊന്നും ആയിരുന്നില്ല. ഒരു മേ ബി ലൈക്ക് ഒരു 30 to 40% എൻജിനീയേഴ്സും അവരെ എൻജിനീയേഴ്സും ഓഫീസേഴ്സൊക്കെ ആയിരുന്നു. എന്തിന് വൈ ദേ ഹാവ് ടു ഇത് ഇസ് ഇറ്റ് ട്രൂ, ഇസ് ഇറ്റ് പോസിബിൾ എന്നറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് ദേ അപ്രീഷിയേറ്റഡ്. അവർക്കറിയാം, അവർ ബോധ്യപ്പെട്ട. ഈവൻ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്തു അയാൾ ടൗൺ പ്ലാനിങ്ങിലാണ്. ഈവൻ ടു ദാറ്റ് പ്രിസൈസ്ഡ് ഈ ക്യാൻ ബി ഇൻ ടൗൺ പ്ലാനിങ്. അപ്പോൾ അയാളെടുത്ത ടൗൺ പ്ലാനിങ്ങിലുള്ള എൻജിനീയറാണ്.
അത്രത്തോളം ഹി വാസ് ദാറ്റ് നമുക്കും അറിയില്ല. ഇല്ല. ദ സിസ്റ്റം ഗേവ് എ റിസൾട്ട്. ഓക്കെ. അപ്പോൾ ഗവൺമെന്റ് സൈഡിലും ഇതൊരു പ്രിക്കോഷണറി ടൂളാണ്. അതിപ്പോൾ എനിക്കിപ്പോൾ MOE സർട്ടിഫൈഡ് ആണ്, MOI എന്നെ സർട്ടിഫൈഡ് ആണ്. ഓൺ 23-24 ഇറ്റ് ഇസ് സർട്ടിഫൈഡ് ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആയിട്ട് ഞങ്ങൾ സർട്ടിഫൈഡ് ആണ്. അപ്പം ഇവിടുത്തെ മിനിസ്ട്രീസിൽ ഇതിൻ്റെ അഗെയിൻ വേറൊരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു വേർഷൻ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ്, അതായത് പ്രയർ ടു എ ക്രൈം ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് ഇപ്പം ഒരു ക്രൈം നടക്കാൻ സാധ്യതയില്ല ഒരാൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ അയാളെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നോക്കും. ദാറ്റ് മീൻസ് ദിസ് പേഴ്സൺ ഈസ് സസ്പീഷ്യസ്. നമ്മൾ ക്രിമിനലായിരുന്നൊന്നും പറയുന്നില്ല, ഹീ സസ്പീഷ്യസ്. അതാണ് സെക്യൂരിറ്റി സൈഡിലും കൂടി ഇത് ഭയങ്കര എയർപോർട്ട്സിൽ അതായത് സെൻസിറ്റീവ് ഏരിയാസിലെല്ലാം ഇതിനൊരു നല്ലൊരു ചാൻസ്. ഇതൊക്കെ യൂറോപ്യൻ സെക്ടർ, ഇപ്പോൾ റഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എയർപോർട്ട്സിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ പോലീസസ് യൂസസ് അവരുടെ ലൈ ഡിറ്റക്ഷൻ. നമ്മളൊക്കെ ലൈ ഡിറ്റക്ഷന് ഫിസിക്കൽ ഇതുണ്ടല്ലോ, ഇതൊന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒറിജിൻ എവിടെയാണ് ശരിക്കും? ഇറ്റ്സ് ഈ എഡ്യൂക്കേഷൻ പറയുന്നത് ഇത് ഫിൻലൻഡ് ബേസ്ഡ് ആണ്. ഓക്കെ. ഇത് പേറ്റൻറ്റഡ് ടെക്നോളജിയാണ്. ഓക്കെ. ഇത് ഇപ്പം വേൾഡ് മാർക്കറ്റിൽ ഇതേ പ്രോഡക്റ്റ്, അതായത് പേറ്റൻറ്റ് ഓണറിൻ്റെ എടുക്കുന്ന OEM ആയിട്ട് പല രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ ചൈനയിലുണ്ട്, ജപ്പാനിലുണ്ട്, റഷ്യയിലുണ്ട്. അതെല്ലാം ഓരോ പേരിലാണ്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എൻജിൻ ഒരൊറ്റ ഒന്ന് തന്നെയാണ്. ഇപ്പം ഓരോ സ്ഥലത്ത് ഡിഫൻഡർ എക്സ്, വൈബ്ര, ടെക്നോളജീൻ്റെ പേര് ഇപ്പോൾ നമ്മൾ എക്സ്റേ എന്ന് പറയുന്ന പോലെ ഇത് വൈബ്ര എന്ന് പറയാം. ഓക്കെ. അപ്പോൾ എക്സ്റേയിൽ നമ്മൾ ഒരാളെ എങ്ങനെയാണ് കാണുന്നത്, അതേപോലെ വൈബ്രേഷനാണ് അതിൻ്റെ ഒരു ഇതിലാണ് കാണുക. ഇതിൻ്റെ എൻജിൻ വർക്ക് ചെയ്യുന്നത് വൈബ്രേഷൻ, ക്യാമറ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് ഇതിലിപ്പോൾ നമുക്ക് കാണാം. ഓക്കെ. ഇപ്പം നമ്മൾ ആദിലിൻ്റെ നേരത്തെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പോഡ്കാസ്റ്റിലൂടെ അതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ.
നമ്മളിപ്പോൾ കാണിക്കുന്നത് ആദിലിൻ്റെ റിപ്പോർട്ടാണ്. കരിയർ ചൂസ് ചെയ്ത എല്ലാവർക്കും ഒരുപക്ഷെ യു-ടേൺ അടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആദിലിനെ സംബന്ധിച്ചിടത്തോളം ആദിൽ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിടെക് കഴിഞ്ഞു, സൈബർ സെക്യൂരിറ്റിയിൽ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു, സൈബർ സെക്യൂരിറ്റീസിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ട് കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നത് ആദിലിന് അവനിപ്പോൾ ചൂസ് ചെയ്ത സൈബർ സെക്യൂരിറ്റി എന്നുള്ള ചോയ്സിൽ എങ്ങനെ എൻഹാൻസ് ചെയ്യാന്നുള്ളത് ഈ റിപ്പോർട്ട് ആദിലിന് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം സൈബർ സെക്യൂരിറ്റിക്ക് ആവശ്യമുള്ള കോൺസെൻട്രേഷൻ സൈഡ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സൈഡൊക്കെ ഈ റിപ്പോർട്ടിൽ ആദിൽ പുലിയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഏത് കരിയർ ചൂസ് ചെയ്ത ആൾക്കും ഈ ഒരു ടെസ്റ്റ് വലിയൊരു ഹെൽപ്പാവും. കാരണം അവർ റോങ് ചോയ്സാണ് എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എങ്ങനെ ആ കരിയറിൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ എൻഹാൻസ് ചെയ്യാന്നുള്ള ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു വലിയൊരു വിഷൻ ഈ റിപ്പോർട്ട് അവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏത് സെക്ടർ ചൂസ് ചെയ്ത ആൾക്കും ഈ ഒരു ടെസ്റ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ഹെൽപ്പ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു 6 to 9 അങ്ങനെ. പക്ഷേ ഇതിൻ്റെ കാറ്റഗറി ഇപ്പോൾ സ്പിരിച്വൽ അല്ലെങ്കിൽ ആർട്സ്, സ്പോർട്സ് അങ്ങനെയുള്ള കാറ്റഗറി വരുമ്പം ഏതൊക്കെ മേഖലയിലാണ് ഇതിൻ്റെ വൈബ്രേഷൻ സ്കാൻ ചെയ്യുന്നത്? എങ്ങനെ കുട്ടികളുടെ സ്പിരിച്വൽ ലെവൽ അല്ലെങ്കിൽ സ്പോർട്സ് ലെവൽ ഇതെല്ലാം ഈ ഒരാളെ 12 ഇൻ്റലിജൻസ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. 12 ഇൻ്റലിജൻസ് ആണുള്ളത്. അപ്പോൾ ഇപ്പോൾ ലാംഗ്വേജ് ആണെങ്കിൽ വെർബൽ ലിംഗ്വിസ്റ്റിക്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വെർബൽ ലിംഗ്വിസ്റ്റിക്, ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ. ഇപ്പോൾ ചില ആളത് ഇൻട്രാപേഴ്സണൽ ഇല്ല ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്ക് പ്രശ്നം ഉണ്ടായാലും മറ്റൊരാളെ പ്രശ്നം ഞാൻ മനസ്സിലാക്കി ചെയ്യുന്നവരാണ്. അങ്ങനത്തെ ഓരോ പാരാമീറ്റേഴ്സിനെയും അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ആ ഇതും അവരുടെ ബ്രോഡ് ഫീൽഡ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതായത് അവരൊരു വൈഡർ ലെവലിൽ ഏതൊക്കെ കോഴ്സിലേക്ക് പോകാം, ഓക്കെ, അതിനെ നാരോ ഡൗൺ ചെയ്തിട്ടാണ് നാരോ ഫീൽഡ്. അതാണ് ചോദിച്ചത്. ഡ്രിൽ ഡൗൺ ചെയ്തിട്ടുള്ള റിപ്പോർട്ടും കൂടി കിട്ടും. അപ്പോൾ ഡ്രിൽ ഡൗൺ ചെയ്ത് അതും പിന്നെ അവരുടെ സ്കിൽസും ഈ 4 പാരാമീറ്റേഴ്സിനെയും കൂടി വെച്ചിട്ടാണ് റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇയാൾ എവിടെ പോകാം, മനസ്സിലായി. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ റിപ്പോർട്ടിൽ കാണിക്കും ഈ ടെസ്റ്റ് അയാൾ ചിലപ്പം വായിക്കാതെ വെറുതെ യെസ് ഓർ നോ അടിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ കോൺഷ്യസ് ലെവൽ എത്രയാണെന്നൊന്നും മനസ്സിലാവും. എത്രത്തോളം വായിച്ചിട്ടാണ് ചെയ്തിന് അല്ലെ വായിക്കാതെയാണോ ചെയ്തിന്. അതായത് ആ സിസ്റ്റത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഇരുന്നത്, അതിന് കംപ്ലീറ്റ് സ്കാൻ റിപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഒട്ടുമിക്ക ഇന്റർപോളും ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി. it is a very crucial and very sensitive ഏരിയാസിൽ യൂസ് ചെയ്യുന്നൊരു ടൂളായത്. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വന്ന് ഒരു ലോങ് റണ്ണിൽ ഒരു എന്താ പറയുക സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഉള്ള ആൾക്കാർ വളരെ കൃത്യമായ ആളായി മാറുക. നോട്ട് അത് കുറേ കഴിഞ്ഞെത്തി യു-ടേൺ എടുക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ദേ ഷുഡ് നോട്ട് ഗെറ്റ് ലോസ്റ്റഡ് ഓർ എന്താ പറയുക, സമയം, പണം ഇതൊക്കെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അതാണ് അതിൻ്റെ മേജർ. എഡ്യൂക്കേഷനിൽ ഇപ്പം നടക്കുന്നൊരു സംഭവമാണത്. ഒരുപാട് ആൾക്കാരുടെ സമയവും പണവും വേസ്റ്റ് ആവുന്നു. നിങ്ങളിപ്പോൾ ഒരുപാട് സ്കൂൾസിലും കോളേജസിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു റിസൾട്ടും നിങ്ങൾക്കുണ്ടായ സാറ്റിസ്ഫാക്ടറി ലെവലും എന്താ ഒന്ന് നമുക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റും? സ്കൂളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എഗെയിൻ ഇത് എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്ത് വരണം. ഇപ്പം ചില സ്കൂൾസിൽ ഇപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇനീഷ്യലി ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ടെക്നോളജി വേസ്ഡ് ഉള്ള ഈ സാധനങ്ങൾ ഇപ്പം CBSE ഇപ്പം വന്ന 6 to ഈ ഒരു പ്രോസസ്സിലേക്ക് ഇപ്പോൾ ആയി വരുന്നത്രേ. വി ആർ ബിറ്റ് ഓൺ എ ഏർലി സൈഡ്. ഓക്കെ, ഇത് ഈ റെയിലുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് എത്തണം, അല്ലെങ്കിൽ അവർ നമ്മളെ ലെവലിലേക്ക് എത്തണം, നമ്മൾ അവരെ കൂടെ എത്തണം. ഇറ്റ്സ് എ പാരലൽ മൂവാണ്. അപ്പോൾ ഇതൊന്ന് ഒരു ലെവലിൽ ഒരുമിക്കാനുണ്ട്. പക്ഷേ CBSE ഇപ്പോഴത്തെ ഇനീഷ്യേറ്റീവ് ഇറ്റ്സ് എ ഗുഡ് വൺ. കാരണം അത് പാരൻസിനും മനസ്സിലായി ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ്. കാരണം ആ ചോയ്സസ് അല്ല ഞാനിപ്പം പറയുന്നത്, ചോയ്സസ് നോട്ട് ദ മാറ്റർ. അവർക്ക് വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം, മാർക്കല്ല. മനസ്സിലായി. ഇപ്പോഴത്തെ ആ മാർക്ക് എന്ന് പറയുന്നത് മാറ്റിയിട്ട് അവർ ശരിക്കും വാട്ട് ദേ ആർ എന്ന് പറഞ്ഞിട്ട് അവർ ഡ്രൈവ് ആവണം.
ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇന്ന് കൗൺസിലേഴ്സിനെ മാൻഡേറ്ററി ആക്കിയ പോലെ ഈ സിസ്റ്റം സ്കൂളുകളിൽ നമ്മൾ സ്കൂളിലും ഈ സിസ്റ്റം ഉണ്ട് എന്ന് പറയുന്ന ഒരു കാലം വരും. എക്സാക്ട്ലി. നമ്മളെ സ്കൂള് ഇങ്ങനെയാണ് നമ്മളൊരു കുട്ടികളെ എടുക്കുന്നതെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അതായത് നേരത്തെ അവർ അതൊരു പ്രോസസ്സ്. ഇപ്പം ഒരു ചൈനയിലുള്ള സ്കൂളുകളിൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ്. ലൈക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. സ്കൂളിൽ കിൻഡർ ഗാർഡനിൽ തന്നെ കുട്ടികളെ മാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ അവിടുന്ന് കുക്ക് ചെയ്യും. നമ്മളെ കിൻഡർ ഗാർഡനിലെ കുട്ടികൾ ബിസ്ക്കറ്റ് കഴിക്കുകയെന്ന് അവർ ബിസ്ക്കറ്റ് ഉണ്ടാക്കും. മനസ്സിലായി. ഗാർഡനിങ് ഇപ്പോഴേ പഠിപ്പിക്കും. നമ്മളെ കുട്ടികൾ പൂക്കൾ പറിക്കാനേ അറിയാം. കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളത്. യെസ്. ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടതിൽ ഷെയർ ചെയ്ത് ഇങ്ങനെ ദിസ് ഈസ് ഹാപ്പണിങ്. നമ്മൾ വി ആർ ഫാർ ബിഹൈൻഡ് ഈവൻ UAE ഐ ക്യാൻ സേ. നമ്മൾ അപ്പോൾ സ്കൂളുകൾക്ക് വെരി സിമ്പിളാണ്. ഇപ്പോൾ HR നിങ്ങൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ തന്നെ ഈ ടെസ്റ്റ് നടത്തിയാൽ ഇവരെടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം. കുട്ടികളിപ്പോൾ നമ്മൾ സ്കൂൾ അഡ്മിഷന് പോകുമ്പോൾ ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിന് പകരം ഈ ഒരു എൻജിൻ ഉപയോഗിച്ചാൽ മതി. അതിന് പകരം ഈ ഒരു ടൂൾ ഉപയോഗിച്ചാൽ മതി. അഗൈൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുക കുട്ടികളെ എല്ലാവരെയും പഠിപ്പിക്കണം. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് തിങ്. ഓക്കെ. അല്ലാതെ എല്ലാം നല്ല കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്ന സ്കൂൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. ഐ ഡോണ്ട് നോ. എൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ട് എന്തിനാണ് ടെസ്റ്റ് നടത്തുന്നത്? ഐ ഡോണ്ട് നോ. നിങ്ങൾ മാർക്കിനാണോ ടെസ്റ്റ് നടത്തിയിട്ട് ഈ കുട്ടിയെ എടുക്കുന്നത്? അങ്ങനെ നല്ല കുട്ടികളെ മാത്രം എടുത്തിട്ട് പഠിപ്പിക്കുന്നതെങ്കിൽ അതാണ് ഇന്നത്തെ സ്കൂളിൽ കാണുന്നത്. അതെ. അത് മാറിയിട്ട് സ്കൂളിന് മനസ്സിലാവണം എല്ലാ കുട്ടികളെ എടുത്താലും നല്ല നല്ല കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് സ്കൂളും മാറണം. അപ്പം നമുക്ക് പണ്ട് ഇന്നസെൻ്റ് പറഞ്ഞ പോലെ ഈ കത്ത് ഇങ്ങനെയും വായിക്കാമെന്ന് പറഞ്ഞ പോലെ അതാണ് ഇങ്ങനെയും വായിക്കാം. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ സ്കൂള് ഇപ്പം നോക്കുന്നത് ഈ ടെസ്റ്റ് എടുക്കുന്നത് നല്ല മാർക്കുള്ള കുട്ടിയാണ്, ആ കുട്ടീനെ നമുക്ക് എടുക്കാം. വൈ? അതും ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു പൈസയും വാങ്ങുന്നുണ്ട്, അത് തിരിച്ചു അതാണ്. സോ അതാണ് അതിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഈ ടൂള് കയ്യിലുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും നമുക്ക് ഓൺബോർഡ് ചെയ്യാം, എന്നിട്ട് അവരെ സ്കില്ലിനനുസരിച്ചിട്ട് അവരെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവർ മാർക്ക് നോക്കി കുട്ടികളെ ഒരേ തരം മരം വെച്ച് വളർത്തുന്നു എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേങ്കിൽ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എല്ലാതരം മരങ്ങളെയും വെച്ചിട്ട് വി ക്യാൻ ക്രിയേറ്റ് എ ഗുഡ് എക്കോസിസ്റ്റം. നല്ലൊരു ഫോറസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ സ്കൂളുകളിലേക്ക് ഒരുപാട് അവയർനെസ് ഈ ഒരു വിഷയത്തിൽ ഈ ടൂളിനനുസരിച്ച് ഈ ഒരു സബ്ജക്റ്റ് പോകാനുണ്ട്. സ്കൂളിൽ ശരിക്കും നന്നായിട്ട് ചെയ്യേണ്ട ഒരു, അതായത് സ്കൂൾ എന്ന് പറയുന്നത് ദേ ആർ ഗിവിങ് എഡ്യൂക്കേഷൻ. അത് നല്ല രീതിയിൽ കൊടുത്ത് നല്ല രീതിയിൽ അത് വാങ്ങുകയും ചെയ്യണമെന്ന് പറയുന്നൊരു, കൊടുക്കുന്നത് നമ്മൾ കറക്റ്റ്, നമ്മൾ ബാക്കിയെല്ലാം പറയുന്നില്ലേ, കൊടുക്കുന്നത് കൊടുക്കണം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഇത് കൊടുക്കുന്നത് എണ്ണീറ്റൊന്നുമല്ല, വാങ്ങുകയല്ലേ. അപ്പോൾ ഇത് കറക്റ്റാണ്. ഞങ്ങൾ ഈ സിസ്റ്റം പറയുന്നത് വളരെ കൃത്യമായിട്ടാണ് കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്, ഇസ് ഈ വർത്ത് ഫോർ ദാറ്റ്? അതിനനുസരിച്ച് നമുക്ക് ഓരോ ആളെ ബിൽഡ് ചെയ്യാം. ടീച്ചേഴ്സിന് ഇത് വലിയൊരു ഹെൽപ്ഫുള്ളാണ്. ഒരു കുട്ടിയെ പഠിപ്പിക്കാനും ഇത് വളരെ ഈസിയാണ്. എക്സാക്ട്ലി. കുട്ടികളെ കറക്റ്റായിട്ട് അറിയാം, ഇവനെ എങ്ങനെ എന്തോരം മെനക്കെടണം. കുട്ടികൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 30 കുട്ടികൾക്കും ഒരു ഷോട്ടിൽ അങ്ങ് വിടുക. അതിലെടുക്കുന്ന അവർ കുറച്ചെടുക്കും, കുറേ ആൾക്ക് എടുക്കാൻ പറ്റുന്ന ഉണ്ടാവും. അങ്ങനെയല്ല അവരല്ലേ ഒരു ലാസ്റ്റ് ബെഞ്ചിലിടുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് ബെഞ്ചിലില്ലവർക്ക് അവരുടേതായ ക്രിയേറ്റീവ് ആണെങ്കിലോ അവരുടേതായ സ്കിൽസ് ഉണ്ട്, അതാരും നോക്കുന്നുമില്ല. ഉറപ്പായിട്ടും. അപ്പോൾ ആ സിനാരിയോയിൽ നിന്ന് മാറ്റം ഉണ്ടാവും. ടീച്ചർക്കും അറിയാം, ഇന്നാ കുട്ടി സുഭാഷ് ഓന് ഇങ്ങനെ പറഞ്ഞാലേ വല്ലതും തിരിയുള്ളൂ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതുണ്ടാവും. ആ കുട്ടിയുടെ വീക്ക് പോയിന്റും പ്ലസും മൈനസും രണ്ടും അറിയാൻ പറ്റും. ഇനിയിപ്പോൾ എന്താണ് ഭാവി പരിപാടി നിങ്ങളുടെ ഈ ഒരു ടൂളിൻ്റെ കോൺട്രിബ്യൂഷൻ? സ്കൂൾസ് തന്നെ മെയിൻലി ഇതിൻ്റെ ദേ ആർ ഗോയിങ് ടു ബെനിഫിറ്റഡ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നല്ല ഒരു എക്കോസിസ്റ്റം സ്കൂൾസിനായാലും, സ്കൂൾസിൻ്റെ ഭാവിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾസിനിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം എൻ്റെ റിസർച്ചിൽ ലൈക്ക് നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ എന്താണ് മനസ്സിലായി, ഞാനിപ്പോൾ പല ആൾക്കാരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ
ഇത്രയും വർഷത്തിനിടയിൽ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലേ. അപ്പോൾ അതായത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് മേ ബി അലൂമിനിക്കൊക്കെ പോയിട്ടുണ്ടാകും. പക്ഷേങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് ഈ സ്കൂളിൽ പഠിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടി നോബഡി ഹാവ് ഗോട്ട്. കഴിഞ്ഞ ഞാൻ എൻ്റെ ഇതിൽ ടീച്ചേഴ്സ് ഡേക്കായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബിക്കോസ് ഓഫ് ദെം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയെന്ന് പറയാൻ നമ്മൾ വി ഷുഡ് ഹാവ് ദറ്റ്. പക്ഷേങ്കിൽ അതുണ്ടാവണമെങ്കിൽ ഇപ്പം ഞാനൊന്നു ഐ വാസ് ഓൾസോ എന്നെ ബാക്ക് ബെഞ്ചർ. എന്നെ ബാക്ക് ബെഞ്ചറല്ല, ബാക്ക് ബെഞ്ചറാണെന്ന് എന്നെ ചിലപ്പോൾ വേഗം മനസ്സിലാവണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ പോയിട്ട് ഐ ഹാഡ് ടു സേ നിങ്ങൾ മിഡിലായിരുന്നു. പക്ഷെ ഞാൻ കൺസിഡർ ചെയ്യൽ ബാക്ക് ബെഞ്ചറായിട്ടാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു ഞാൻ ഇന്നല്ലോ ബസിൻ്റെ സ്കൂൾ. അപ്പോൾ ഈ സിറ്റുവേഷൻ നമുക്ക് മാറും. ഓക്കെ, നമ്മൾ അവിടുന്ന് കഴിഞ്ഞത് കൊണ്ടാണ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ സ്കൂളിന് ഇസ് ഗുഡ്. കാരണം നമുക്കൊരു ഈ ഒരു എക്കോസിസ്റ്റം സ്കൂൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിന് ബെനിഫിറ്റഡ് ആണ്. കാരണം അവരൊരു നല്ലൊരു ഓർമ്മ കൊണ്ടടക്കും. സ്കൂളിനെ കുറിച്ചിട്ട് നല്ല ഇതുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ എന്താവശ്യത്തിനും അവരെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പം നിങ്ങളിപ്പോൾ നേരത്തെ ഡാറ്റ ചോദിച്ചു. ഒരു സ്കൂളിൻ്റെ അടുത്ത് നിങ്ങളിപ്പം പോയിട്ട് മേ ബി ലൈക്ക് നിങ്ങളെ ബാച്ച് തിങ്ക് 90s ബാച്ചിൽ ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾ തിരിച്ച് സ്കൂളിൽ പോയിട്ട് ഒരു ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം ചിലപ്പോൾ ഒരാഴ്ച വേണം. ഇത് യു ഡോണ്ട് നോ വാട്ട് ദേ ആർ. ഈ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ സ്കൂൾ വിൽ ഹാവ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ഇത്ര വർഷത്തിനുള്ളിൽ എത്ര ഡോക്ടേഴ്സിന് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാലോ, എത്ര പേര് ആയി എന്ന് അറിയാൻ പറ്റും. കാരണം സ്കൂളിനോട് ഒരു കോൺടാക്ട്സ് ഉണ്ടാവും എപ്പോഴും. കാരണം നമ്മൾ സ്കൂൾസിനൊരു ലോഗിൻ ഉണ്ട്, സ്റ്റുഡൻറ്റിനൊരു ലോഗിൻ ഉണ്ട്. എപ്പോഴും അവർ കണക്റ്റഡ് ആയിരിക്കും. കാരണം അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റമാണ് ഞങ്ങൾ സ്കൂൾസിന് കൊടുക്കുന്നത്. അത് ഇറ്റ് ഈസ് ബെനിഫിറ്റ് ഫോർ ദ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾ. ഇതൊരു സോഷ്യൽ സർവീസ് എന്നൊന്നും പറയുന്നില്ല, ബിക്കോസ് വി ചാർജ് ഫോർ ഇറ്റ്. But it is not indirectly it's a social responsibility. It's a social responsibility. അതൊരു റിയൽ ഫാക്ടറാണ്. ബട്ട് ഹൗ ഫാർ ദ സ്കൂൾ അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് പാരൻസിന് ഡെഫിനറ്റ്ലി ഞാൻ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് അവർക്ക് ഇവർ കുറച്ച് ആൾക്കാർ പുറത്തിറങ്ങുമ്പോഴേക്ക് തന്നെ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അവർ ഓരോ ആളുടെ സ്കിൽസ് മനസ്സിലാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് തന്നെ അറിയാലോ അവരുടെ വീട്ടിലെ കുട്ടികൾ എങ്ങനെയാണ്. പക്ഷേങ്കിൽ വീട്ടിലെ കുട്ടികളെക്കാൾ കൂടുതൽ സ്കൂളിലാണ് അറിയേണ്ടത് കുട്ടികളെ കുറിച്ചിട്ട്. ബിക്കോസ് മോർ ടൈം ദേ ആർ ബിക്കോസ് നല്ല ടൈം സ്കൂളിലാണ് സ്പെൻഡ് ചെയ്യുന്നത്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. മെയിനായിട്ട് 10ാം ക്ലാസ് വരെ എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ഏത് റോഡ് ചൂസ് ചെയ്യണം എന്നുള്ളത് കറക്റ്റ്. ഈ സിസ്റ്റം കയ്യിലുണ്ടെങ്കിൽ അവർക്ക് പാരൻസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഗൈഡ് ചെയ്യാൻ പറ്റും. പാരൻസിന് പ്രഷറില്ലാതെ ഓടാം. അതാണ് അതിൻ്റെ കറക്റ്റ്. പാരൻസ് അവരെ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. they know that the student is going to reach. എനിക്ക് തോന്നുന്നു ഒരു കുട്ടിക്ക് ഞാൻ ഇന്നതാണ് എന്നുള്ള ഈ സിസ്റ്റത്തിലൂടെ അറിയുകയാണെങ്കിൽ അവരുടെ ക്യാരക്ടറിനെ വരെ അവർക്ക് മോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. കാരണം മൈ ഫ്യൂച്ചർ ഇതാണ്. അപ്പോൾ എൻ്റെ തോട്ട് പ്രോസസ്സ് എങ്ങനെ പോകണം, എൻ്റെ ബിഹേവിയർ എന്തായിരിക്കണം, എൻ്റെ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം. ഇതൊക്കെ ഇവരുടെ പ്ലസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, മൈനസും ഐഡൻറ്റിഫൈ ചെയ്തു. മൈനസിനെ കുറച്ച് നന്നാക്കാനേ പറ്റുള്ളൂ, മുഴുവൻ നന്നാക്കാനൊന്നും പറ്റില്ല. സോ ടു എ ലെവൽ ഇറ്റ് ക്യാൻ. പക്ഷേ ഈ പ്ലസ്സിനെ നല്ലതാക്കാൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിൽ മോശമാണ്, നമ്മൾ മാത്സിന് ട്യൂഷൻ വിടും. ആ നല്ലതിന് നമ്മൾ നോക്കുന്നില്ല. കറക്റ്റാണ്. അവിടെയാണ് നമ്മൾ എന്തായാലും മാത്സിൽ മോശമാണ്, പിന്നെ അതിന് നമ്മൾ എന്തിനാ തലയെടുത്തം അറിയുന്നത്? അത് പാസ്സായാൽ പോരെ. ഐ ഫീൽ ലൈക്ക് ഇതാണ് ശരിക്കും ഇവിടുത്തെ ലോജിക്. ഇതാണ് ലോജിക്. ഈ നല്ലതിനെ നന്നാക്കുക, മറ്റേതിനെ ആവശ്യത്തിന് നന്നാക്കുക. ദിസ് ഈസ് ദ റിയൽ തിങ് വിച്ച് ഇസ് റിക്വയർഡ്. ഇത് ആരും പറയാത്തൊരു ഫാക്ട്സ് ആണിത്. ഞാൻ പറഞ്ഞത് ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ് ആൻഡ് ഐ ഹാവ് സീൻ സോ മെനി ചിൽഡ്രൻസ്. ആൻഡ് ഈ കുട്ടികളുടെ അടുത്തെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞാനിപ്പം ട്യൂഷന് പറഞ്ഞയക്കുന്ന കുട്ടികൾ എല്ലാവരും പാരൻസ് ഒന്ന് മാത്സിൽ മോശമാണ്, സയൻസ്, അതിന് ട്യൂഷൻ പറഞ്ഞയക്കുന്നത് എന്തിനാ?
ഓക്കെ, അതിന് പാസ്സാവേണ്ട ലെവലിൽ പഠിച്ചാൽ പോരെ. ഇതിന് പഠിപ്പിച്ചിട്ട് ഡോക്ടർ ചിലപ്പോൾ ആയിരിക്കാം, സയൻസിന് പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ എന്നെ ഒന്നും അറിയില്ല, പക്ഷെ അവൻ ഡോക്ടർ ആവില്ലല്ലോ. ഇൻബോണ്ട് വേറെയാണ്. ഇനി ആയാൽ തന്നെ നല്ല ഡോക്ടറും ആവില്ല. ഇല്ല, വെരി ക്ലിയർ. ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കി എന്തോരം ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടർ പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർ. ഉറപ്പായിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തോ. ഉണ്ട്, ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്ക് തന്നെ അറിയുന്ന ആൾക്കാരുണ്ട്. ദിസ് ഈസ് ഹാപ്പണിങ്, ദിസ് ഈസ് ദ റീസൺ. ആവശ്യമില്ലാത്ത മറ്റേ ഞാനിതാണ് നിങ്ങളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പുലിനോട് സ്റ്റൂളിലിരിക്കാൻ പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുലി സ്റ്റൂളുമ്പോൾ കയറി ഇരിക്കുമല്ലോ. ദിസ് ഈസ് വാട്ട് ഹാപ്പണിങ്. എന്ന് വെച്ചിട്ട് പുലിൻ്റെ സ്റ്റാൻഡേർഡും പോയില്ലേ. സിമ്പിൾ. നിങ്ങൾ ഈ സിസ്റ്റം, ഈ ടീം, നിങ്ങളെ ടീം യു എയിലല്ലാണ്ട് എവിടെയൊക്കെ, കേരളത്തിലായാലും വേറെ ഏതൊക്കെ? കേരള, ഇന്ത്യയിലുണ്ട്, ബഹ്റൈൻ, കുവൈറ്റ്, ഇവിടെയൊക്കെ ഞങ്ങൾ ഡയറക്റ്റ്ലി പ്രസൻ്റ് ആണ്. ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനത്ത്? ഇന്ത്യയിൽ ഇപ്പോൾ ഹൈദരാബാദ്, ബാംഗ്ലൂർ, കേരള. തമിഴ്നാട്ടിൽ ഓപ്പൺ ആക്കിയില്ല, ബട്ട് ഈ 3 സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രസൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇതൊരു 3-4 കൊല്ലം കൊണ്ട് ഒരു മാൻഡേറ്ററി മാൻഡേറ്ററി ഈ ലെവലിൽ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളൊരു ടീം ഇപ്പോൾ ഏകദേശം ഒരു 1000 സ്റ്റുഡൻസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്തോ ഒരു സ്പെഷ്യൽ സർട്ടിഫൈ ആവുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ ഒരു ലെവലിലേക്ക് ആവാം. സ്കൂൾ ഓർ ടീം മൈറ്റ് തിങ്ക് ഓഫ് ദിസ്. 1000 കുട്ടികളുടെ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അവർ സബ്മിറ്റ് ചെയ്യണം. അതായത് സൈക്കോളജിസ്റ്റ് ഇത് അവരൊരു തീസിസ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു ദേ ആർ ഡൂയിങ് സംതിങ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ദർ വിൽ ബി ചേഞ്ചസ്. ഒരു കാര്യം ഉറപ്പ് പറയാം, സ്കൂള് നമുക്ക് ഈ സിസ്റ്റം ഉണ്ട് എന്നുള്ളത് പ്രൗഡായിട്ട് പറയുന്ന ഒരു കാലം വരും. മാർക്കറ്റിംഗ് ടൂളായിട്ട്. മാർക്കറ്റിംഗ് അത് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ദൂരമൊന്നും പോകണ്ട. ഇപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് മേ ബി ഈ അക്കാഡമി ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് ടെൻഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ യു വിൽ സീ ഫ്യൂ അഡ്വർടൈസ്മെൻറ്റ്സ് വെയർ സ്കൂൾ ഇറ്റ് സെൽഫ് സേസ് ദിസ്. We have this. We screen the students like this എന്ന് പറയുന്നത് ഈ ഇപ്പോഴത്തെ ഈ ടെൻഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വരാൻ പോകുന്ന 1-2 ആഡ്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ കുറച്ച് റിപ്പോർട്ട്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇറക്കും. We treat our students in this way. Yes, correct. Hassle free. You can see that after this, maybe in a month's time you will at least see few of that. Next academic year in India also you can കുറച്ചെണ്ണം കാണാൻ പറ്റും. അപ്പോൾ ഹ്യൂമൻ അനാലിസിസ് കുട്ടികളിലും മുതിർന്നവരിലും വലിയൊരു ചലനം സൃഷ്ടിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.